ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുകവലിക്കാരുടെ എണ്ണത്തിൽ GCC രാജ്യങ്ങളിൽ കുവൈത്തിന് ഒന്നാം സ്ഥാനമെന്ന് ലോകാരോഗ്യ സംഘടന. രാജ്യത്ത് മയക്കുമരുന്ന് ഉപയോഗം കൂടുന്നതായി ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ വെളിപ്പെടുത്തൽ. UAE-യിലെ പുരുഷന്മാരിൽ 21% പുകവലിക്കാരാണെന്ന പഠന റിപ്പോർട്ട്. നരേന്ദ്രമോദി സർക്കാരിൽ പ്രവാസികാര്യ വകുപ്പിന് മന്ത്രിയില്ല. പ്രവാസികാര്യം ഇനി വിദേശ മന്ത്രാലയത്തിനൊപ്പം പ്രവർത്തിക്കും. അനാഥാലയങ്ങളിൽ പഠിക്കാനെത്തിയ കുട്ടികളെ തിരിച്ചയച്ചു. ഉത്തരേന്ത്യയിലേക്ക് മടക്കി അയച്ചത് 40 കുട്ടികളെ. കുട്ടികളോട് അധികൃതർ വിവേകത്തോടെയല്ല പെരുമാറിയതെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. സാമൂഹിക സേവനം നടത്തേണ്ടവർ ഇതര സംസ്ഥാനങ്ങളിൽ അനാഥാലയങ്ങൾ തുടങ്ങണമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. നിലപാട് ഭരണഘടനാ വിരുദ്ധമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. ചെന്നിത്തല പറയുന്നത് സംഘപരിവാർ ഭാഷയെന്നും പ്രശ്നം വഷളാക്കിയത് മന്ത്രി MK മുനീറിന്റെ അലംഭാവമെന്നും സമസ്ത. ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ. പുകവലി ഉപയോഗം കൂടുതലാണെന്ന വാർത്തയ്ക്ക് പിന്നാലെ യുവാക്കൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗവും കുവൈത്തിൽ വർദ്ധിക്കുന്നതായി വെളിപ്പെടുത്തൽ. അമിതമായ മയക്കുമരുന്ന് ഉപയോഗം മൂലം കഴിഞ്ഞ 4 മാസത്തിനിടെ 20 സ്വദേശികൾ മരിച്ചതായി ആന്റി നാർക്കോട്ടിക് വിഭാഗമാണ് വെളിപ്പെടുത്തിയത്. ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ 2014 ജനുവരി മുതൽ ഏപ്രിൽ അവസാനം വരെയുള്ള സ്ഥിതിവിവരക്കണക്കിലാണ് രാജ്യത്തെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഭീതിതമായ അവസ്ഥ വരച്ചു കാണിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം തുടക്കം മുതൽ ഓരോ മാസത്തിലും ശരാശരി 5 പേർ വീതം മയക്കുമരുന്നിന്റെ ഇരകളായി മരണത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ട്. 4 മാസ കാലയളവിൽ നിരവധി പേർ മയക്കുമരുന്നിന്റെ ഇരകളായി മാറിയെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മരണസംഖ്യ കുറക്കാൻ സാധിച്ചതായി അധികൃതർ ആശ്വസിക്കുന്നു. അന്താരാഷ്ട്ര ബന്ധമുള്ള മയക്കുമരുന്ന് ലോബികൾ മറ്റിടങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കടത്താനുള്ള ഇടത്താവളമാക്കി കുവൈത്തിനെ മാറ്റിയിരിക്കുകയാണ്. യുവാക്കളിലെ അരക്ഷിതാവസ്ഥയും തൊഴിലില്ലായ്മയും ചൂഷണം ചെയ്താണ് മയക്കുമരുന്ന് വിൽപ്പനക്കാർ രാജ്യത്ത് വിപണി കണ്ടെത്തുന്നത്. രാജ്യത്തേക്ക് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ കടത്താനുള്ള ശ്രമം അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വിൽപ്പനക്കാരും ഉൽപ്പന്നങ്ങളും വ്യാപകമായി പിടിക്കപ്പെടുന്നുണ്ട്. മയക്കുമരുന്ന് ശീലത്തിന് അടിമപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ചികിത്സാ സൗകര്യം രാജ്യത്തുണ്ട്. അത്തരം യുവാക്കളെ അവ ഉപയോഗപ്പെടുത്താൻ പ്രേരിപ്പിക്കേണ്ട ചുമതല പൊതുസമൂഹത്തിനുണ്ടെന്നും ഈ വിപത്തിനെ ഇല്ലാതാക്കാൻ കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്നും ആന്റി നാർക്കോട്ടിക് സെൽ റിപ്പോർട്ടിലൂടെ ഓർമ്മിപ്പിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. പുകവലിക്കാരുടെ എണ്ണത്തിൽ GCC രാജ്യങ്ങളിൽ കുവൈത്തിന് ഒന്നാം സ്ഥാനം. ലോക പുകവലി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടന തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. പുകവലി കാരണമുണ്ടാകുന്ന ആൾനാശവും സാമ്പത്തിക നഷ്ടവും രാജ്യത്തിന് വൻ ബാധ്യതയായി മാറുന്നതായി കുവൈത്തിലെ പുകവലി വിരുദ്ധ സമിതി പുറത്തിറക്കിയ റിപ്പോർട്ടിലും പറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം പുകവലി മൂലം പ്രതിവർഷം ശരാശരി 60 ലക്ഷം ആളുകൾ വിവിധ രാജ്യങ്ങളിലായി മരണപ്പെടുന്നുണ്ട്. കുവൈത്തിലും പുകവലി കാരണം മാരകമായ രോഗങ്ങൾക്കടിപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളിൽ 20% സിഗരറ്റോ മറ്റ് പുകവലി ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്നവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 13നും 15നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ പോലും പുകവലി ശീലത്തിന് അടിമപ്പെടുന്നതായി പറയുന്ന റിപ്പോർട്ടിൽ GCC രാജ്യങ്ങളിൽ പുകവലിക്കാർ കൂടുതലുള്ളത് കുവൈത്തിലാണെന്ന കാര്യവും എടുത്തു പറയുന്നു. പുകവലി ശീലത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായി 1980 മുതൽ കുവൈത്ത് പുകവലി വിരുദ്ധ സമിതി എന്ന പേരിൽ പ്രത്യേക സംഘടന രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ സമൂഹത്തെ പുകവലിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പുകവലി കാരണം ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ പിടിപെട്ടവരെ വിദേശ രാജ്യങ്ങളിലും മറ്റും കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് ഭീമമായ തുക രാജ്യത്തിന് പ്രതിവർഷം ചെലവ് വരുന്നതായും പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ ഷഹാനയിൽ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ 4 മലയാളികൾ ശ്വാസം മുട്ടി മരിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചു. 6 മാസത്തെ തടവും പിഴയുമാണ് ശിക്ഷ. ശുചീകരണ ജോലിയുടെ കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതരാണ് കുറ്റക്കാർ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31-നായിരുന്നു അപകടം. ഖത്തറിലെ അൽഖോറിലും ദഖീറയിലുമുള്ള കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനായി 100 കണക്കിന് വളണ്ടിയർമാർ മണ്ണിലിറങ്ങി. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കണ്ടൽക്കാടുകളാണ് ഇവ. പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുത്ത ഐ ലവ് ഖത്തർ എന്ന സന്നദ്ധ സംഘടനയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സ്വദേശികളും വിദേശികളും അടങ്ങിയ 400ഓളം യുവതീ യുവാക്കൾ ഒന്നിച്ചിറങ്ങിയാണ് അൽഖോറിലെയും ദഖീറയിലെയും കണ്ടൽ വനങ്ങൾ വൃത്തിയാക്കിയത്. വെള്ളിയാഴ്ച പുലർച്ചെ തുടങ്ങിയ പ്രയത്നം പൊരിവെയിലും തുടർന്നപ്പോൾ ഖത്തറിന്റെ പ്രകൃതി സംരക്ഷണ ചരിത്രത്തിൽ അത് പുതിയ അധ്യായമായി മാറി. 2006-ലെ അമീദി ഉത്തരവ് പ്രകാരം രാജ്യത്തെ 8 കണ്ടൽക്കാടുകൾ സംരക്ഷിത പ്രദേശങ്ങളാണ്. എന്നാൽ ഇവിടെയെത്തുന്ന സന്ദർശകർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് ഐ ലവ് ഖത്തറിന്റെ സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ ദൗത്യവുമായി രംഗത്തെത്തിയത്. വാഹനങ്ങളുടെ ടയറുകളടക്കം ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കണ്ടലുകൾക്കിടയിൽ നിന്ന് നീക്കിയത്. സ്വദേശികൾക്കൊപ്പം ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ നാടുകളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവാസികളും ദൗത്യത്തിൽ പങ്കാളികളായി. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ.
ദുബൈയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനം ഇന്ധനം തീർന്നു നിൽക്കുന്നത് കാരണമായുണ്ടാകുന്ന അപകടം സംബന്ധിച്ച് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ധനം തീരുന്നതോടെ വാഹനം പെട്ടെന്ന് നിൽക്കുന്നതിനാലാണ് അപകടമുണ്ടാകുന്നതെന്നും യഥാസമയം ഇന്ധനം നിറയ്ക്കാത്തതാണ് ഈ സാഹചര്യത്തിലേക്ക് നയിക്കുന്നതെന്നും ദുബായ് പോലീസ് പറഞ്ഞു. ഈ വർഷം ആദ്യ 3 മാസങ്ങളിൽ ഇത്തരത്തിൽ 4 അപകടങ്ങളുണ്ടായി. ഈ അപകടങ്ങളിൽ 4 പേർ മരിക്കുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2013 3 അപകടങ്ങളായിരുന്നു ഇത്തരത്തിലുണ്ടായത്. ഇതിൽ 3 പേർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടയർ പൊട്ടൽ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ ഗതാഗത പാതയിൽ നിന്ന് മാറ്റിയിടണമെന്ന് പട്രോൾസ് വകുപ്പ് ഡയറക്ടർ മേജർ അഹമ്മദ് അത്തീഖ് അൽ കത്ബി പറഞ്ഞു. ഇങ്ങനെ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് അല്പം മീറ്ററുകൾ അകലെയായി ചുവന്ന ത്രികോണ മുന്നറിയിപ്പ് സ്ഥാപിക്കണം. ഇന്ധനം തീർന്ന് വാഹനങ്ങൾ നിന്നാൽ ഡ്രൈവർമാർ തിരക്കിട്ട് നടന്ന് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കരുത്. ഇത് അപകടം വിളിച്ചു വരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓടിക്കൊണ്ടിരിക്കെ ഇന്ധനം തീരുന്ന കാരണത്താൽ 3 ദിവസത്തിൽ ശരാശരി ഒരു ഫോൺ വിളി ലഭിക്കുന്നുണ്ടെന്ന് റെസ്ക്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് മുഹമ്മദ് അസീസി പറഞ്ഞു. മിക്കപ്പോഴും സ്ത്രീകളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ വാഹനം ഹാർഡ് ഷോൾഡറിലേക്ക് മാറ്റിയിടാനാണ് ആദ്യം പോലീസ് നൽകുന്ന ഉപദേശം. പിന്നീട് മറ്റു വാഹനങ്ങൾ ഇടാതിരിക്കാൻ ഡ്രൈവർ ഹാർഡ് ഷോൾഡറിൽ നിന്ന് അകലേക്ക് മാറണം. ഇന്ധനം തീരാറാകുമ്പോൾ ഇന്ധന സ്റ്റേഷനുകളിലേക്ക് എത്താൻ വേഗം വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇവ മറികടക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് ദുബായ് പോലീസ് നൽകുന്നത്. മീഡിയ 1 ദുബായ്. UAE-യിലെ പുരുഷന്മാരിൽ 21% പുകവലിക്കാരാണെന്ന പഠന റിപ്പോർട്ട്. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് ആരോഗ്യ മന്ത്രാലയം നടത്തിയ സർവേയിലാണ് പുകവലിക്കാരുടെ തോത് വ്യക്തമാക്കിയത്. സ്വദേശികളും വിദേശികളുമായ പുരുഷന്മാരിൽ 21% പുകയില ഉപയോഗിക്കുന്നവരാണ്. സ്ത്രീകളിൽ 2%മാണ് പുകവലിക്കാർ. 2011 ആകുന്നതോടെ രാജ്യത്തെ പുകവലിക്കാരുടെ തോത് 16% കുറയ്ക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചതായി ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും പുകവലിക്കെതിരെ ബോധവൽക്കരണം നടത്തുമെന്നും അധികൃതർ സൂചിപ്പിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. കോൺഗ്രസിലെ ഒരു വിഭാഗം KMCCയും ചേർന്ന് നടത്തിയ ജനകീയ മുന്നണിയും കോൺഗ്രസും തമ്മിലായിരുന്നു വാശിയേറിയ മത്സരം നടന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച K ബാലകൃഷ്ണനും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് YA റഹീമും വിജയിച്ചു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി UDF അനുകൂല സംഘടനകൾ ചേരിതിരിഞ്ഞാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ലീഗ് പോഷക സംഘടനയായ KMCCയും CPM സാംസ്കാരിക സംഘടനയായ മാസും ചേർന്നപ്പോൾ കോൺഗ്രസിലെ പ്രബല ഗ്രൂപ്പും ഈ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ ജനകീയ മുന്നണിയിൽ നിന്നാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങൾ. വൈസ് പ്രസിഡന്റ് ഷിബുരാജ്, ജോയിന്റ് ജനറൽ സെക്രട്ടറി PA അസ്ലം, ട്രഷറർ ബിജു സോമൻ, ജോയിന്റ് ട്രഷറർ KM അബ്ദുൽ മനാഫ്, ഓഡിറ്റർ ഷാജി ജോൺ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് റഹീം ഗ്രൂപ്പിൽ നിന്ന് അബ്ദു മനാഫും അനിൽ വാര്യരും തെരഞ്ഞെടുക്കപ്പെട്ടു. 2500-ലധികം അംഗങ്ങളുള്ള ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 1432 പേരാണ് വോട്ട് ചെയ്തതെന്ന് കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ 50-ലധികം പേർ ഇത്തവണ വോട്ട് ചെയ്യാനെത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു. ഷാർജ പോലീസിന്റെ നിരീക്ഷണത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 മുന്നണികൾ ഇത്തവണ വാശിയോടെ മത്സരിച്ചപ്പോൾ ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണുള്ളത്. മീഡിയ 1 ഷാർജ. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ ഫോൺ വിളിക്കാനുള്ള സൗകര്യമൊരുക്കി രാജ്യത്തെ അംഗീകൃത കമ്പനികളെ വഞ്ചിക്കുകയും രാജ്യത്തെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന 2 ദക്ഷിണേഷ്യക്കാരെ ഷാർജ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം തെളിവ് സഹിതം പിടികൂടി. വ്യവസായ മേഖലയിലായിരുന്നു ഇവർ അനധികൃത താവളം ഒരുക്കിയത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ കുറഞ്ഞ നിരക്കിൽ ഫോൺ വിളിക്ക് സൗകര്യപ്പെടുത്താനായി ഉപയോഗിച്ചിരുന്ന ആധുനിക ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഇത്തരം സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്ന് പോലീസ് പറഞ്ഞു. ദുബായ് എമിറേറ്റിലെ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനുമുള്ള നടപടികളുടെ ഭാഗമായി 6 വന്യജീവി സങ്കേതങ്ങൾ നിർമ്മിക്കാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടു. ദുബായിലെ വിവിധ ഏരിയകളിലാണ് വന്യജീവി സങ്കേതങ്ങൾ നിർമ്മിക്കുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കും വന്യജീവി സങ്കേതങ്ങളുടെ പൂർണ്ണ പണിയും നടക്കുക. ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനും കൂടുതൽ ഹരിത കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ നേരത്തെ തന്നെ പദ്ധതിയുണ്ടായിരുന്നു. പ്രവാസി മലയാളികൾക്ക് എന്നും ഗ്രഹാതുരമായ ഓർമ്മയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്ക. എന്നാൽ നട്ടുനനച്ച് പ്ലാവ് വളർത്താനൊന്നും പ്രവാസ ലോകത്തെ മലയാളികൾ മെനക്കെടാറില്ല. അതേസമയം കുവൈത്തിൽ തൻ്റെ തൊഴിലിടത്തോട് ചേർന്ന ഇത്തിരി ഭൂമിയിൽ മരുഭൂമിക്ക് അന്യമായ ചക്കപ്പഴം കൃഷി ചെയ്ത് വിളയിച്ച് വ്യത്യസ്തനാവുകയാണ് ഒരു ബംഗ്ലാദേശുകാരൻ. കുവൈത്തിലെ മുബാറക്കുൽ കബീർ ആശുപത്രിക്കുള്ളിലെ കൊച്ചു നമസ്കാര പള്ളിയാണിത്. 15 വർഷമായി ഇവിടെ ഇമാമായി ജോലി ചെയ്തു വരികയാണ് ബംഗ്ലാദേശ് സ്വദേശിയായ മുഹമ്മദ് ഹിഷാമുദ്ദീൻ. 10 വർഷം മുമ്പ് പള്ളിയുടെ പിറകുവശത്തെ ഇത്തിരി മണ്ണിൽ ഹിഷാമുദ്ദീൻ വിത്ത് പാകി മുളപ്പിച്ച ചക്കമരം
ഇന്ന് വളർന്നു പന്തലിച്ച് ഫലസമൃദ്ധമായിരിക്കുകയാണ്. സീസണിൽ 50-ലധികം ചക്കപ്പഴങ്ങൾ ഈ കൊച്ചുപ്ലാവിൽ ഉണ്ടാവാറുള്ളതായി ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായ അറഫാത്ത് പറഞ്ഞു. ഈ മരം അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവരികയും നട്ടു വളർത്തുകയും അങ്ങനെ കഴിഞ്ഞ വർഷം പോലും എനിക്കിത് കാണിച്ചു തരികയുണ്ടായി അദ്ദേഹം. കേരളത്തിൽ എൻ്റെ വീട്ടിൽ പോലും ഒരു മരത്തിൽ ഇത്രയും ചക്ക ഞാൻ കണ്ടിട്ടേയില്ല. പ്രത്യേകിച്ച് വളമോ മറ്റോ നൽകാതെയാണ് പ്ലാവ് ഈ നിലയിലെത്തിയത്. മനസ്സുവെച്ചാൽ കൂടുതൽ പ്രയത്നമൊന്നുമില്ലാതെ കൃത്യമായ ജലസേചനം കൊണ്ട് മാത്രം മരുഭൂമിയിൽ എവിടെയും ചക്ക വിളയിക്കാമെന്നാണ് ഹിഷാമുദ്ദീൻ അനുഭവത്തിലൂടെ പറയുന്നത്. फिर 10 साल पहले हम लोग ये कटहल लेके आया, फिर इधर खाने के बाद एक बीची इधर लगाया. अभी अल्हम्दुलिल्लाह बहुत बड़ा घास हो गया. अभी बहुत अच्छा फ्रूट आ रहा है. ये आदमी लोग खा के बहुत खुश हो रहा है. पहले तो हम लोग मालूम नहीं ये होएगा नहीं होगा. अभी इंशाल्लाह इधर जैसे हो गया हर जगह में ये हो जाएगा इंशाल्लाह. പള്ളി മെഹ്റാബിന് പുറത്തെ ഇടുങ്ങിയ സ്ഥലത്ത് തണലിട്ടു നിൽക്കുന്ന നിറയെ ഫലങ്ങളുള്ള പ്ലാവും ചില്ലകളിലെ പക്ഷിക്കൂടുകളുമെല്ലാം ചേർന്ന് മലയാളിത്തമുള്ള കാഴ്ചഭംഗിയാണ് പ്രദാനം ചെയ്യുന്നത്. വേണമെങ്കിൽ ചക്ക മരുഭൂമിയിലും കായ്ക്കുമെന്നാണ് മുഹമ്മദ് ജിസാമുദ്ദീന്റെ ഈ പരിശ്രമം തെളിയിക്കുന്നത്. കുവൈത്തിലെ മുബാറക് കബീർ ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ നിസാർ കെ റഷീദിനൊപ്പം മുനീർ അഹമ്മദ്. മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ക്ലിക്ക് ഓൺ ഹോം അപ്ലയൻസസ് ഗ്രൂപ്പുമായി സഹകരിച്ച് ഖത്തറിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ദോഹയിലെ മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ഓഫീസിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് സമ്മാന വിതരണം നടത്തിയത്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ യാൻബു സംഘടിപ്പിച്ച രണ്ടാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ജംസ് യാംബു വിജയികളായി. അൽ ദുറ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് ബദർ അൽ ഹർബിയെ പരാജയപ്പെടുത്തിയാണ് ജംസ് ടീം വിജയികളായത്. മുഖ്യാതിഥിയായി എത്തിയ മുൻ ഇന്ത്യൻ താരം IM വിജയൻ വിജയികൾക്ക് കപ്പ് സമ്മാനിച്ചു. യാംബു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രവർത്തകരായ സിറാജ് മുസ്ലിയാരകത്ത്, ഷബീർ ഹസൻ, ബഷീർ പൂളപ്പൊയിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഖത്തറിലെ ഷഹാനിയയിൽ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ 4 മലയാളികൾ ശ്വാസം മുട്ടി മരിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചു. 6 മാസത്തെ തടവും പിഴയുമാണ് ശിക്ഷ. ശുചീകരണ ജോലിയുടെ കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതരാണ് കുറ്റക്കാർ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31-നായിരുന്നു അപകടം. ഉംറ തീർത്ഥാടകരെയും കൊണ്ടുവരുന്ന വിമാനങ്ങൾ ഹജ്ജ് ടെർമിനലിലേക്ക് തിരിച്ചുവിടാൻ തുടങ്ങിയതായി ജിദ്ദ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളം മേധാവി അബ്ദുൽ ഹമീദ് അബ പറഞ്ഞു. തെക്ക് വടക്ക് ടെർമിനലിൽ എത്തുന്ന വിമാനങ്ങളാണ് ഇപ്പോൾ ഹജ്ജ് ടെർമിനലിലേക്ക് തിരിച്ചുവിടുന്നത്. വേനലവധിയിൽ ആഭ്യന്തര വിദേശയാത്രാ രംഗത്തുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ചാണ് നടപടി. ഷഅബാൻ റംലാൻ മാസങ്ങളിലായി 8 ലക്ഷം തീർത്ഥാടകർ ഹജ്ജ് ടെർമിനൽ വഴി എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. റംലാൻ അടുക്കുന്നതോടെ തീർത്ഥാടകരുടെ മുഴുവൻ വിമാനങ്ങളും ഹജ്ജ് ടെർമിനലിലേക്ക് തിരിച്ചുവിടും. ഈ സീസണിൽ ഇതുവരെ 50 ലക്ഷം ഉംറ തീർത്ഥാടകർ ജിദ്ദ വിമാനത്താവളം വഴി യാത്ര ചെയ്തതായി എയർപോർട്ട് മേധാവി പറഞ്ഞു. അൽ മദ്രസ അൽ ഇസ്ലാഹിയ ദോഹ 2014-15 അധ്യയന വർഷത്തേക്കുള്ള സാഹിത്യ സമാജങ്ങൾക്ക് തുടക്കമായി. പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട സമാജം സാഹിത്യകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ റംലാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി 12ഓളം വേദികളിൽ നടന്ന പരിപാടികൾ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഖത്തറിലെ രണ്ടാമത്തെ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനിയായ വോഡാഫോൺ പുതിയ സാമ്പത്തിക വർഷത്തിൽ 30% സാമ്പത്തിക വളർച്ച കൈവരിച്ചു. വോഡാഫോൺ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 22% വളർച്ച. 3.2% വളർച്ചയുമായി മൊബൈൽ മാർക്കറ്റ് ഷെയറിൽ നേട്ടം കൈവരിച്ച വോഡഫോണിന് നിലവിൽ 13,27,000 വരിക്കാരാണ് ഇപ്പോൾ ഖത്തറിലുള്ളത്. വിപണിയിലെ മാർക്കറ്റ് ഷെയർ 33.8% വളർച്ച രേഖപ്പെടുത്തിയതായി വോഡഫോൺ CEO കെയിൽ വെറ്റ്ഹിൽ പറഞ്ഞു. ഉപഭോക്തൃ സേവനത്തിന്റെ പേരിൽ വോഡഫോണിന് ഇതിനോടകം പശ്ചിമേഷ്യയിൽ നിന്ന് 6 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഖത്തറിൽ പുതിയ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതോടൊപ്പം 4G സേവനം ഉടൻ നിലവിൽ വരുമെന്നും CEO അറിയിച്ചു. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്റ്റീവ് വോൾട്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് മേധാവി ഖാലിദ് ബർസക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. നരേന്ദ്രമോദിയുടെ ചെറിയ സർക്കാർ മെച്ചപ്പെട്ട ഭരണം എന്ന മുദ്രാവാക്യം പ്രവാസി കാര്യത്തിന് മന്ത്രി ഇല്ലാതാക്കി. കഴിഞ്ഞ 10 വർഷമായി UPA സർക്കാരിന്റെ കാലത്ത് പ്രവാസി കാര്യത്തിനായി മന്ത്രാലയം പ്രവർത്തിച്ചിരുന്നു. ഇതിപ്പോൾ വിദേശ മന്ത്രാലയത്തിനൊപ്പം ചേർത്തിരിക്കുകയാണ്. 2004-ൽ 1ാം UPA സർക്കാരിന്റെ കാലത്താണ് പ്രവാസികാര്യ വകുപ്പ് ഉണ്ടാക്കുന്നത്. തുടർന്നുള്ള 10 വർഷക്കാലം 1ഉം 2ഉം UPA മന്ത്രാലയവുമായി മുൻപോട്ടു പോയി. എന്നാൽ പ്രവാസികൾക്ക് വേണ്ടി മികച്ച പ്രവർത്തനം നടത്താൻ മന്ത്രാലയത്തിനായില്ലെന്ന ആക്ഷേപമുയർന്നിരുന്നു. വർഷാവർഷങ്ങളിൽ നടത്തുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പ്രവാസിക്ഷേമം പലപ്പോഴും അവസാനിച്ചു. വർഷങ്ങളായി വയലാർ രവിയായിരുന്നു മന്ത്രാലയം ഭരിച്ചിരുന്നത്. പ്രവാസികളുടെ വോട്ടവകാശത്തിനു വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തി. ഗൾഫ് മേഖലയിൽ നിത്താക്കാത്ത പ്രതിസന്ധി ഉണ്ടായപ്പോഴും
ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ ശ്രമിച്ചു. അതിനുശേഷം BJP സർക്കാർ മന്ത്രാലയം വിഭജിച്ചപ്പോൾ